ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കുന്നത് പേഴ്സണാലിറ്റിയിലെ ടൈപ്പ് ആൻഡ് ട്രെയ്റ്റ് അപ്രോച്ചസ് ആണ്. ഈ വീഡിയോ ഞാൻ 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുക. ഫസ്റ്റ് വീഡിയോയിൽ ടൈപ്പ് അപ്രോച്ചും സെക്കൻഡിൽ ട്രെയ്റ്റ് അപ്രോച്ചും. കാരണം അല്ലെങ്കിൽ അത് ഒരുപാട് ലെങ്തി ആയി പോവും. അപ്പോൾ നമുക്ക് എന്താണ് പേഴ്സണാലിറ്റിയിലെ ടൈപ്പ് അപ്രോച്ച് എന്ന് നമുക്ക് നോക്കാം. ഇത് ഇങ്ങനെയായിരിക്കും ഈ വീഡിയോ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിലാദ്യം നമ്മൾ ടൈപ്പ് അപ്രോച്ച് നോക്കും, പിന്നെ ടൈപ്പ് തിയറീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ടൈപ്പോളജീസ്, ആരൊക്കെയാണ് പ്രപ്പോസ് ചെയ്തത് എന്ന് നോക്കും. പിന്നെ നമ്മൾ വരുന്നത് ട്രെയ്റ്റ് തിയറീസിലോട്ടാണ്. ട്രെയ്റ്റ് തിയറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓൾപോർട്സ് ട്രെയ്റ്റ് തിയറി, കാറ്റൽസ് ട്രെയ്റ്റ് തിയറി, ഐസൻസ് ട്രെയ്റ്റ് തിയറി, പിന്നെ എന്താണ് ട്രെയ്റ്റും ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നമ്മൾ ഈ 2 വീഡിയോകളിലായിട്ട് നോക്കും. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ടൈപ്പ് അപ്രോച്ച്. ടൈപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വ്യക്തികളെ ഒന്നോ അതിലധികമോ ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു അപ്രോച്ചാണ് ടൈപ്പ് അപ്രോച്ച്. ടൈപ്പ് അപ്രോച്ചിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ടു എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഇപ്പോൾ ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അവരെ നമ്മൾ ഔട്ട് ഗോയിങ് ടൈപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയും. അതായത് ഗ്രൂപ്പിൽ മിങ്കിൾ ചെയ്യുക, സോഷ്യലി ഹാപ്പി ആയിട്ടിരിക്കുക, അവരുടെ എനർജി അവർ സോഷ്യൽ ഗ്യാതറിങ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുക, മടി കൂടാതെ മറ്റുള്ളവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക, ഫ്രണ്ട്ലി നേച്ചർ ആയിട്ടിരിക്കുക, അങ്ങനെയുള്ളവരെല്ലാം നമ്മൾ ഔട്ട് ഗോയിങ് അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് ടൈപ്പ് എന്ന് പറയും. അതുപോലെ ഇൻട്രോവേർട്സ് എന്ന് പറഞ്ഞാൽ ഉൾവലിഞ്ഞ പ്രകൃതക്കാർ, അവർക്ക് അവരിലേക്ക് തന്നെ ഒതുങ്ങാനാണ് ഇഷ്ടം, സോഷ്യൽ ഗ്യാതറിങ്സ് ഒന്നും അവർ ഇഷ്ടപ്പെടില്ല, സ്വന്തമായിട്ടൊരു വളരെ മിനിമൽ നമ്പർ ഓഫ് ഫ്രണ്ട്സ്, അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് പോകുന്ന ആൾക്കാരാണ്. ആ ഒരു ടൈപ്പിനെയാണ് നമ്മൾ ഇൻട്രോവേർട്ട് ടൈപ്പ് എന്ന് പറയുന്നത്. അതുപോലെ വേറെയും ടൈപ്പുകളുണ്ട്, ഈസി ഗോയിങ്, ഹാപ്പി ഗോ ലക്കി എന്നെല്ലാം പറയുന്നതെല്ലാം ടൈപ്പാണ്. അതെന്ന് പറയുന്നത് വ്യക്തികളെ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പേഴ്സണാലിറ്റി ടൈപ്പ്. ഇപ്പം മോർഗൻ ആൻഡ് കിങ് തരുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, എ ടൈപ്പ് ഈസ് സിംപ്ലി എ ക്ലാസ് ഓഫ് ഇൻഡിവിജ്വൽസ് സെറ്റ് ടു ഷെയർ എ കോമൺ കളക്ഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരുപോലെയുള്ള സ്വഭാവ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു ക്ലാസ് ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് ഒരു പെർട്ടിക്കുലർ ടൈപ്പിലുള്ളവർ എന്ന് പറയുക. ഇനി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ടൈപ്പ് അപ്രോച്ചസ് ഹിപ്പോക്രേറ്റസിന്റെ ടൈപ്പോളജി, ക്രഷ്മേഴ്സ് ടൈപ്പോളജി, ഷെൽഡൻസ് ടൈപ്പോളജി, കൂടാതെ 2 എക്സ്ട്രാ സംഭവങ്ങളും കൂടി നമ്മൾ ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്തു പോകും. അത് ജസ്റ്റ് ഫോർ നമ്മുടെ ഒരു അറിവിലേക്കായിട്ട് മാത്രം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹിപ്പോക്രേറ്റസ് ടൈപ്പോളജിയിലേക്ക് പോവാം. ഹിപ്പോക്രേറ്റസ് 400 BC-യിലാണ് ഈ ടൈപ്പോളജി പേഴ്സണാലിറ്റി ടൈപ്സിനെ കുറിച്ച് പരാമർശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ടൈപ്പോളജി എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിനെ ബേസ് ചെയ്താണ്. 4 തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഹിപ്പോക്രേറ്റസ് പേഴ്സണാലിറ്റി ടൈപ്പുകൾ പറഞ്ഞത്. ഇനി ആ 4 ബോഡി ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണ്? യെല്ലോ ബൈൽ, ബ്ലാക്ക് ബൈൽ, ബ്ലഡ് ആൻഡ് ഫ്ലം. ഇനി യെല്ലോ ബൈൽ അധികമായിട്ടുള്ള ആൾക്കാർ, അവരെ കോളറിക് പേഴ്സണാലിറ്റി ടൈപ്പായിട്ടാണ് ഹിപ്പോക്രേറ്റസ് ക്ലാസിഫൈ ചെയ്തത്. ഇനി കോളറിക് പേഴ്സണാലിറ്റി ടൈപ്പ് ഉള്ളവരുടെ സ്വഭാവ വിശേഷങ്ങൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? അവർ വളരെ ഇറിറ്റബിൾ ആണ്, റെസ്റ്റ്ലെസ് ആണ്, ഹോട്ട് ബ്ലഡഡ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരാണ്. അതുപോലെ ഈ ബ്ലാക്ക് ബൈലിന്റെ ആധിക്യം ഉള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് മെലങ്കളിക് എന്ന് പറയുന്നത്. ഈ മെലങ്കളിക് ആൾക്കാർ അവർ സാഡ് ആയിരിക്കും, കൂടുതൽ ഡിപ്രസ്ഡ് ആയിരിക്കും, പിന്നെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാത്ത, ഇനിയിപ്പം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, എല്ലാ കാര്യത്തിലും ഒരു നല്ല പ്രതീക്ഷ വെക്കാത്ത ആൾക്കാർ, അവരാണ് മെലങ്കളിക്. സാങ്ഗ്വിനറി എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡിയിൽ ബ്ലഡ് കണ്ടന്റ് കൂടുതലായിരിക്കും. അവരുടെ സ്വഭാവ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ചിയർഫുൾ ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും, വളരെ ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കും. 4ാമത്തെ ടൈപ്പാണ് ഫ്ലിമാറ്റിക്. ഫ്ലിമാറ്റിക് എന്ന് പറഞ്ഞാൽ അവരുടെ ദേഹത്ത് പ്രിഡോമിനൻസ് അല്ലെങ്കിൽ ആധിക്യം എന്തിൻ്റെയാണ്? ഫ്ലമ്മിൻ്റെയാണ്. അങ്ങനെയുള്ള ആൾക്കാർ വളരെ കാം, ക്വയറ്റ്, റിലാക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഫ്ലിമാറ്റിക് പേഴ്സണാലിറ്റി ടൈപ്പിൽ വരുന്നത്. അപ്പോൾ ഹിപ്പോക്രേറ്റസ് 4 രീതിയിൽ 4ആയിട്ട് പേഴ്സണാലിറ്റി ടൈപ്പിനെ തിരിച്ചു: കോളറിക്, മെലങ്കളിക്, സാങ്ഗ്വിനറി, ഫ്ലിമാറ്റിക്.
ഇത് എന്തിൻ്റെ ബേസിസിലാണ്? നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ ബേസിസിലാണ്. പിന്നെ ഓരോന്നിൻ്റെ ആധിക്യമുള്ളത് കൊണ്ടാണ് ഈ ഓരോ പേഴ്സണാലിറ്റി ടൈപ്പിലേക്ക് തിരിച്ചത്. പിന്നെ അവരുടെ സ്വഭാവ വിശേഷങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഹിപ്പോക്രറ്റസ് ടൈപ്പോളജിയിൽ തന്നെ നമ്മളിപ്പം വന്ന ആ ഇമേജ് നോക്കുകയാണെങ്കിൽ കാണാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ കാര്യങ്ങളാണ്. കോളറിക് ടൈപ്പ് ഉള്ളവർ, അവരുടെ ആ സ്വഭാവ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അവർ എക്സൈറ്റബിൾ ആണ്, ഈഗോസെൻട്രിക് ആണ്, എക്സിബിഷനിസ്റ്റ് ആണ്. എക്സിബിഷൻ എന്ന് വെച്ചാൽ എല്ലാം ചെയ്ത് കാണിക്കാൻ താല്പര്യമുള്ളവരാണ്. ഇമ്പൾസീവ്, പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നവരാണ്. ഹിസ്ട്രിയോണിക്, അതായത് അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ളവരാണ്, വളരെ ആക്റ്റീവ് ആയിട്ടുള്ളവരാണ്. അതുപോലെ മെലങ്കളിക് എന്നുള്ളവർ ആങ്ഷ്യസ്, വറീഡ്, അൺഹാപ്പി, എപ്പോഴും വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ. സസ്പീഷ്യസ്, സീരിയസ്, തോട്ട്ഫുൾ. സാങ്ക്വീൻ, ബ്ലഡ് കണ്ടന്റ് കൂടുതലുള്ളവരാണെങ്കിൽ അവർ പ്ലേഫുൾ, ഈസി ഗോയിങ്, കെയർ ഫ്രീ, സോഷ്യബിൾ, ഹോപ്പ്ഫുൾ, കണ്ടന്റഡ്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ. ഫ്ലിമാറ്റിക്, ഫ്ലെമ്മിൻ്റെ കണ്ടന്റ് കൂടുതലുള്ളവരാണെങ്കിൽ അവർ വളരെ റീസണബിൾ, പ്രിൻസിപ്പിൾഡ്, കൺട്രോൾഡ്, പെർസിസ്റ്റന്റ്, സ്റ്റെഡ്ഫാസ്റ്റ്, കാം. ഇതൊക്കെയാണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്ക് ഹിപ്പോക്രറ്റസ് ടൈപ്പോളജി കഴിഞ്ഞ് അടുത്തതിലേക്ക് പോകാം. ക്രെഷ്മറും ഇനി ഇതിന് ഫോളോ ചെയ്ത് വരുന്ന ഷെൽഡനും, രണ്ടുപേരും നമ്മുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ടൈപ്പുകളെ പറ്റി സംസാരിക്കുന്നത്. ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് നമ്മുടെ ടെമ്പറമെന്റിനെ, അതായത് നമ്മുടെ സ്വഭാവത്തിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ക്രെഷ്മറിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 4 പിക്നിക്, എയ്സ്തെനിക്, അത്ലറ്റിക്, ഡിസ്പ്ലാസ്റ്റിക്. പിക്നിക് എന്ന് പറയുന്ന ടൈപ്പിൽ വരുന്ന ആളുകൾ, അവർ ഹൈറ്റ് കുറവായിരിക്കും, റൗണ്ടഡ് ബോഡി, ഹെവിലി ബിൽഡ് ബോഡി എന്ന് വെച്ചാൽ ഒരു ഇത്തിരി തുടുത്ത ശരീരം ഉള്ളവരായിരിക്കും. അവരുടെ ടെമ്പറമെന്റ് വൈസ്, സ്വഭാവം വൈസ് ആണെങ്കിൽ അവർ വളരെ സോഷ്യലും ചിയർഫുള്ളും ഹാപ്പി ഗോ ലക്കിയുമായിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും ഒക്കെ വളരെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും ഈ പിക്നിക് ടൈപ്പ്. ഏസ്തെനിക് ടൈപ്പ് എന്ന് പറഞ്ഞാലോ, അവർ നല്ല ഉയരമുള്ള മെലിഞ്ഞ ആൾക്കാരായിരിക്കും. അവർ മസ്കുലർ ആയിരിക്കില്ല, അവരുടെ മസിൽ സ്ട്രക്ചർ അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. അവർ അണ്ടർ വെയ്റ്റും ആകാം. അവർ ഭയങ്കര ഇറിറ്റബിൾ സ്വഭാവമുള്ളവരായിരിക്കും. അവർ റെസ്പോൺസിബിലിറ്റികളിൽ നിന്ന് എപ്പോഴും ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും. അത്ലറ്റിക് ടൈപ്പ് എന്ന് പറഞ്ഞാലോ, പേര് പറയുന്ന പോലെ തന്നെ അവർക്ക് നല്ല വെൽ ബിൽഡ് മസ്കുലർ സ്ട്രക്ചർ ഉള്ളവരായിരിക്കും. അവർ ഒരുപാട് ഉയരമുള്ളവരോ, ഉയരവും ഉയരക്കുറവും അവരുടെ ക്ലാസിഫിക്കേഷനായിട്ട് പറയുന്നില്ല, മസ്കുലർ ആണ് അവർ. അങ്ങനെയാണ് നമ്മൾ അവരെ ഐഡന്റിഫൈ ചെയ്യുക. അവർക്ക് വളരെ സ്റ്റേബിൾ ആൻഡ് കാം നേച്ചർ ഉണ്ട്. അവർ എൻവയൺമെന്റൽ ചേഞ്ചസുമായിട്ട് അവർ വേഗം അഡാപ്റ്റ് ചെയ്യും. ഇനി ഡിസ്പ്ലാസ്റ്റിക്, അതൊരു എറർ വന്നിട്ടുണ്ട്. ഡിസ്പാൾസ്റ്റിക് എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്, അതല്ല ഡിസ്പ്ലാസ്റ്റിക് ആണ്. ഡിസ്പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇതിലൊരു കാറ്റഗറിയിലും പെടില്ല. അവർക്ക് ഈ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ്, പ്ലാസ്റ്റിക്, അങ്ങനെ ഓർത്താൽ മതി. ഡിസ്പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ മിക്സ് ഓഫ് ഓൾ ദീസ് പിക്നിക്, ഏസ്തെനിക് ആൻഡ് അത്ലറ്റിക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ആൾക്കാരാണ് ഡിസ്പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അടുത്തത് ഷെൽഡൻ അദ്ദേഹത്തിന്റെ ഈ ടൈപ്പോളജിയിൽ എത്തിച്ചേർന്നത്. ഷെൽഡന്റെയും ക്രെഷ്മറിന്റെയും ബോഡി കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ. ഷെൽഡൻ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ എത്തിത്തീർന്നത് 4000ഓളം സ്റ്റുഡൻസിനെ ഒബ്സർവ് ചെയ്ത് അവരിൽ നിന്ന് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ്. അദ്ദേഹം പേഴ്സണാലിറ്റിയെ സൊമാറ്റോ ടൈപ്സ് ആയിട്ടും തിരിച്ചു. സൊമാറ്റോ ടൈപ്സിന്റെ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഷെൽഡന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഒരുപാട് കേൾക്കുന്നത്. എക്ടോമോർഫ്, എൻഡോമോർഫ്, മീസോമോർഫ്. ഇതിൽ എൻഡോമോർഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ച ക്രെഷ്മറിൻ്റെതിലുള്ളതുപോലെ തന്നെ ആ പിക്നിക് എന്നുള്ള അതേ ടൈപ്പ് നിങ്ങൾ ഓർത്താൽ മതി. അതായത് അവർ ഉയരക്കുറവായിരിക്കും, റൗണ്ടഡ് ബോഡി സ്ട്രക്ചർ, കുറച്ച് ഫാറ്റി ആയിട്ടുള്ള ബോഡി. അവർ ഹാപ്പി ഗോ ലക്കിയാണ്, അവർക്ക് ഭക്ഷണം കഴിക്കാനും റിലാക്സ് ചെയ്യാനും ഇഷ്ടപ്പെടുന്നവരാണ്. അവർക്കൊരു ലെഷർലി ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ജീവിതത്തോട്. ടെമ്പറമെന്റ് വൈസ് ഷെൽഡൻ അവരെ വിളിച്ചത് വിസറട്ടോണിയ എന്നാണ്. വിസറട്ടോണിയ എന്നുള്ളൊരു പേരും കൂടി ഷെൽഡൻ ഇവർക്ക് കൊടുത്തു. മീസോമോർഫ്സ് അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ അത്ലറ്റിക്, അത് അവർക്ക് മസ്കുലാർ ബോഡി ടൈപ്പാണ്. അവരുടെ മസിൽസും ബോൺസും എല്ലാം വളരെ വെൽ ഡെവലപ്ഡ് ആണ്. അവർ ഫിസിക്കലി നല്ല ഷേപ്പ് ഉള്ള ആൾക്കാരാണ്. അവർ ടഫ് മൈൻഡഡ്, റിസ്ക് ടേക്കിംഗ്, അസേർട്ടീവ്, അഗ്രസീവ്, ഇതൊക്കെയാണ് അവരുടെ സ്വഭാവ വിശേഷങ്ങൾ. അവർക്ക് ആൾക്കാരെ ബോസ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് ആൾക്കാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് കാര്യം ചെയ്യിപ്പിക്കാനായിട്ട്. ഷെൽഡൻ ഇവരെ വിളിച്ച പേര് സൊമാറ്റോടോണിയ എന്നാണ്. പിന്നീട് വരുന്ന മൂന്നാമത്തെ ടൈപ്പാണ് എക്ടോമോർഫ്. എക്ടോമോർഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നോക്കിയ ഏസ്തെനിക്. എങ്ങനെയാണ് അവർ ടോളാണ്, തിന്നാണ്, മസ്കുലർ ഡെവലപ്മെന്റ് അധികം ഇല്ല,
അണ്ടർ ഡെവലപ്ഡ് മസിൽസ് ആയിരിക്കും അവർക്ക്. ഇവര് കൂടുതൽ ബ്രെയിനി ആയിട്ടുള്ള, അതായത് എല്ലാം ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന, വളരെ അനലൈസ് ചെയ്യുന്ന, ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഷെൽഡൻ പറഞ്ഞത്. അവരെ വിളിച്ച പേര് സെറിബ്രോട്ടോണിയ. ഇതാണ് ആ പിക്ചർ. നമുക്ക് നോക്കാം. ആദ്യം എക്ടോമോർഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അവർ ടോൾ ആൻഡ് തിന്നാണ്. മീസോമോർഫ് എന്ന് പറഞ്ഞാൽ വളരെ മസ്കുലർ ആണ്. എൻഡോമോർഫ് എന്ന് പറഞ്ഞാൽ അല്പം ഫാറ്റി ആയിട്ടുള്ള റൗണ്ടഡ് ബോഡി സ്ട്രക്ചർ ആണ്. ഇനി കാൾ യുങ് ഇതൊക്കെ നമ്മളൊരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ നോക്കിയാൽ മതി. കാൾ യുങ്ങിന്റെ ടൈപ്പോളജി എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എക്സ്ട്രോവേർട്ടഡ് ടൈപ്പ് ഓഫ് പീപ്പിൾ, ഇൻട്രോവേർട്ടഡ് ടൈപ്പ് ഓഫ് പീപ്പിൾ, അത് കൊണ്ടുവന്നത് കാൾ യുങ് ആണ്. കാൾ യുങ് അങ്ങനെ 2 ടൈപ്പായിട്ട് ആൾക്കാരെ ക്ലാസിഫൈ ചെയ്തു, എക്സ്ട്രോവേർട്സ്, ഇൻട്രോവേർട്സ്. എക്സ്ട്രോവേർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സോഷ്യലി ഓറിയന്റഡ് ആയിട്ടുള്ള, സോഷ്യൽ ഗ്യാതറിങ്സ്, ഫൺ, ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവർ മിക്കവാറും ലീഡർഷിപ്പ് ഈ ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ അവരൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും എക്സിബിറ്റ് ചെയ്യും. അവരവരുടെ ലൈഫിനെ കുറിച്ചുള്ള അപ്രോച്ചിൽ വളരെ റിയലിസ്റ്റിക് ആയിരിക്കും. ഇൻട്രോവേർട്സ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എക്സാക്ട്ലി ഓപ്പോസിറ്റ്. ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ഇഷ്ടമില്ല, അവർക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കളെ ഉണ്ടാവുള്ളൂ, സെൽഫ് സെൻറ്റേർഡും വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത്. പക്ഷെ കാൾ യുങ്ങിന്റെ തിയറിക്ക് ഒരു ക്രിറ്റിസിസം ഉണ്ട്. കാരണം ഇങ്ങനെ 2ആയിട്ട് മാത്രമേ തിരിച്ചുള്ളൂ. നമുക്കറിയാം ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ടല്ലേ, അവരെ നമ്മൾ ആംബിവേർട്സ് എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ അവർ എക്സ്ട്രോവേർട്ടും അല്ല ഇൻട്രോവേർട്ടും അല്ല. അവരെ കുറിച്ച് കാൾ യുങ് പരാമർശിച്ചിട്ടില്ല, അങ്ങനെ ഒരു കാറ്റഗറിയെ കുറിച്ച്. അത് കാൾ യുങ്ങിന്റെ ഈ ടൈപ്പോളജിക്കുള്ള ഒരു ക്രിറ്റിസിസം ആണ്. അടുത്തൊരാളാണ് സ്പ്രാങ്ങർ. സ്പ്രാങ്ങർ കൊണ്ടുവന്ന ടൈപ്പോളജിയിൽ 6 ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകമായ ടൈപ്സ് ഓഫ് മാൻ എന്നുള്ളതിലാണ് അദ്ദേഹം ഈ കാറ്റഗറി കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ ബേസിസ് എന്താണ്? അവര് ലൈഫിനോട് ഏത് രീതിയിലാണ് ഓറിയന്റഡ് ആയിട്ടിരിക്കുന്നത്, അവരുടെ ഓറിയന്റേഷൻ എന്താണ് എന്നുള്ളത് ബേസ് ചെയ്താണ് സ്പ്രാങ്ങർ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് ആ ഓരോ പേര് വായിക്കുമ്പോഴും തന്നെ അറിയാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ തിയറിറ്റിക്കൽ ടൈപ്പ്. തിയറിറ്റിക്കൽ ടൈപ്പ് എന്ന് വെച്ചാൽ കുറച്ച് റീസണിങ്ങും കുറച്ച് ലോജിക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അവർ സീക്കേഴ്സ് ഓഫ് ട്രൂത്ത്, എല്ലാ കാര്യങ്ങളിലെയും സത്യം മനസ്സിലാക്കാൻ, എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് തിയറിറ്റിക്കൽ ടൈപ്പ്. ഇക്കണോമിക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഒരു ഇക്കണോമിക് വാല്യൂ, അതായത് ഒരു പണത്തിനൊരു ഇമ്പോർട്ടൻസ് ആ കാര്യത്തിൽ കൊടുക്കുന്ന ആൾക്കാർ, വളരെ പ്രാക്ടിക്കലി ചിന്തിക്കുന്ന ആൾക്കാർ, അവരാണ് ഇക്കണോമിക് ടൈപ്പ്. എസ്തെറ്റിക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയും ബ്യൂട്ടി, ഭംഗി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അവരുടെ ചുറ്റുമുള്ളത് ഭംഗിയാക്കി വെക്കുക, എല്ലാത്തിലും സൗന്ദര്യം കണ്ടെത്തുന്ന ആൾക്കാർ, അവരെയാണ് എസ്തെറ്റിക് ടൈപ്പ്. സോഷ്യൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എല്ലാം എക്സ്ട്രോവേർട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞ പോലെ അവർ ഗ്രിഗേറിയസ് ആൾക്കാരാണ്. They love to mingle with people, they love social gatherings. അവർ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും മുൻകൈ എടുക്കുന്നവരായിരിക്കും. അതുമാതിരി പൊളിറ്റിക്കൽ ടൈപ്പ് എന്ന് പറഞ്ഞാലോ, അവരെപ്പോഴും പവറിനെയും ഇൻഫ്ലുവൻസിനും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായിരിക്കും. അവർ ആൾക്കാരെ റാങ്ക് ചെയ്യുന്നത് എന്തുമാത്രം പവർ അവർ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കും. അതുപോലെയാണ് റിലീജിയസ് ടൈപ്പ്. റിലീജിയസ് ടൈപ്പാണ് ലാസ്റ്റ് ടൈപ്പ്. അതിൽ സ്പിരിച്വലി ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദൈവവിശ്വാസികൾ, പ്രാർത്ഥിക്കുന്നവർ, അങ്ങനത്തെ ആൾക്കാർ റിലീജിയസ് ടൈപ്പ്. അങ്ങനെ 6ആയിട്ട് സ്പ്രാങ്ങർ ക്ലാസിഫൈ ചെയ്തു. തിയറിറ്റിക്കൽ, എക്കണോമിക്, എസ്തെറ്റിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ്. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് തന്നെ വന്ന ടൈപ്പോളജി കൊണ്ടുവന്ന ആളാണ് ഹോളണ്ട്. ഹോളണ്ടിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റീവ്, ആർട്ടിസ്റ്റിക്, സോഷ്യൽ, എന്റർപ്രൈസിങ്, കൺവെൻഷണൽ, റിയലിസ്റ്റിക്. ഇതിൽ ഇൻവെസ്റ്റിഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് റിസർച്ച് ചെയ്യാനും അനലൈസ് ചെയ്യാനും, ആ വാക്കിലുള്ള അർത്ഥം തന്നെ എല്ലാ കാര്യങ്ങളിലെയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ. ആർട്ടിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് സൈഡുള്ളവർ, കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആർട്ട്, ഡ്രാമ, മ്യൂസിക്, മൂവീസ് ഇതെല്ലാം എൻജോയ് ചെയ്യുന്നവർ, ആസ്വദിക്കാനുള്ള കഴിവും ആർട്ടിസ്റ്റിക്കിൽ വരുന്നതാണ്. പിന്നെ സോഷ്യൽ എന്ന് പറഞ്ഞാൽ മുമ്പിലത്തെ സ്പ്രാങ്ങറിന്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞ എന്താണ്, ഗ്രിഗേറിയസ് നേച്ചർ ഉള്ളവരാണ്, ആൾക്കാരുടെ അടുത്ത് ഹെൽപ്പിംഗ് നേച്ചർ ഉള്ളവരാണ്, മിങ്കിൾ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്. എന്റർപ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ്, മാനേജിങ്, പെർസുവേഡിങ്, ബിസിനസ് ഓറിയന്റഡ്, അങ്ങനെ കഴിവുള്ള ആൾക്കാരാണ്. സെയിൽസ് അതിനൊക്കെ പറ്റിയ ആൾക്കാരാണ് എന്റർപ്രൈസിംഗ്. കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിലും ഓർഗനൈസിങ്ങിലും ഡേറ്റ പ്രോസസ്സിങ്ങിലും ഒക്കെ നല്ല കഴിവുള്ളവർ കൺവെൻഷണൽ എന്നുള്ള ടൈപ്പിൽ പെടുത്താം. റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാലോ ബിൽഡിംഗ്, റിപ്പയറിംഗ്, ഔട്ട്ഡോർസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ, അവരെല്ലാം നമ്മൾ റിയലിസ്റ്റിക് ടൈപ്പിലേക്കാണ് ആര് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഹോളണ്ട്.
ഇത്രയുമാണ് നമ്മുടെ ടൈപ്പ് അപ്രോച്ചിലുള്ളത്. ഇനി ടൈപ്പ് തിയറീസിന്റെ ഇവാലുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ടൈപ്പ് തിയറീസിന്റെ ഏറ്റവും വലിയ അസംഷൻ, അവർ എന്ത് അസംഷനിലാണ് ഈ ടൈപ്പ് തിയറീസ് ഫോം ചെയ്തിരിക്കുന്നത്? ആൾക്കാർ നമുക്ക് ഒന്നോ അതിലധികമോ 1 or more ടൈപ്സിലേക്ക് നമുക്ക് ആൾക്കാരെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിൽ തന്നെയാണ് ഈ ടൈപ്പ് തിയറി ഉണ്ടാക്കിയിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ പർപ്പസ് ആണ് ടൈപ്പ് തിയറിയുടെ മെയിൻ. ഇനി മറ്റൊരു അസംഷൻ എന്താണ്? ഒരു പർട്ടിക്കുലർ സ്വഭാവ വിശേഷമുള്ളൊരു വ്യക്തിക്ക് അതുമായി റിലേറ്റ് ചെയ്ത മറ്റെല്ലാ ക്യാരക്ടറിസ്റ്റിക്കും കാണും എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണുന്നു. അത് ഒരു ഗ്രൂപ്പിൽ എല്ലാവരുമായിട്ടും നല്ല ജോളി ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നു. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ തന്നെ എന്ത് അസ്യൂം ചെയ്യും? ഇയാൾ ഫ്രണ്ട്ലി ആണ്, നമ്മൾ കാണുന്നത് എല്ലാവരുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നതാണ്. പക്ഷെ നമ്മൾ അയാൾക്ക് കുറച്ചധികം ക്വാളിറ്റീസ് നമ്മൾ കൊടുക്കും. എന്താണ്? ഇയാൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിവുള്ള ആളാണ്, ഇയാൾ പാർട്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര സൂപ്പർ ആയിരിക്കും, ഭയങ്കര എൻ്റർടൈനിങ് ആയിരിക്കും, മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യാനുള്ള കഴിവുണ്ട്, ഹീസ് ഫണ്ണി, ഹി മേക്സ് ജോക്സ് എന്നുള്ള ക്യാരക്ടറൊക്കെ നമ്മൾ അയാൾക്ക് അങ്ങ് കൊടുക്കുകയാണ്. നമ്മൾ അതൊന്നും കണ്ടിട്ടില്ല, അയാൾ ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ. അതാണ് ടൈപ്പ് തിയറി. പേഴ്സൺ ഹാവിങ് വൺ ക്യാരക്ടറിസ്റ്റിക് വിൽ ഹാവ് ഓൾ ദി അതർ റിലേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ ടൈപ്പ് തിയറി പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി പറയുന്നേ ഇല്ല. ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്ത ആൾക്കാരെ ക്ലാസിഫൈ ചെയ്യുക മാത്രമാണ് ടൈപ്പ് തിയറി ചെയ്യുന്നത്. ഇനി ടൈപ്പ് തിയറി ഈ ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷനെയൊക്കെ ബേസ് ചെയ്ത തിയറീസ് നമ്മൾ പറഞ്ഞു. ആരുടെ? ക്രഷ്മർ, ഷെൽഡൺ, അവരുടെ എല്ലാം തിയറീസ് നമ്മൾ നോക്കി. അത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ഒന്നും അതിൽ ഇൻവോൾവേ അല്ല. മിയർ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിന്റെ പ്രിഡോമിനൻസ്, അതിൻ്റെയൊക്കെ ബേസിസിലാണ് ടൈപ്പ് തിയറി പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഒരു സോഷ്യൽ, നമ്മുടെ എൻവയൺമെന്റൽ ഫാക്ടേഴ്സോ നമ്മുടെ കൾച്ചറൽ ഫാക്ടേഴ്സോ നമ്മുടെ പേഴ്സണാലിറ്റിയെ എങ്ങനെ അഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഡെവലപ്മെന്റിൽ എങ്ങനെ സഹായിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും ടൈപ്പ് തിയറീസ് സംസാരിക്കുന്നേ ഇല്ല. അപ്പോൾ ഇത്രയുമാണ് ടൈപ്പ് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി. അടുത്ത വീഡിയോയിൽ നമുക്ക് ട്രേറ്റ് അപ്രോച്ചും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേറ്റ് തിയറീസും പഠിക്കാം. ഓക്കെ, താങ്ക് യു.